ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. അതെ, ഛർദിൽ തുടങ്ങി. വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കുളം പിടിച്ചേക്കുന്നുള്ളൂ. ദളപതി വിജയനെ കാണുവാനുള്ള 29ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ ആട്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രഷ് ആയി നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇന്നലെ നമുക്ക് നമ്മുടെ പാർട്ടി ടിവിക്കയുടെ പാർട്ടി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു തന്ന കാര്യങ്ങളാട്ടോ. അപ്പൊ ഇത് നമുക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമാണ്. ഒത്തിരി പ്രൗഡ് മൂവ്മെന്റ് ആണ് ഇങ്ങനത്തെ ഓരോ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഒത്തിരി അധികം സപ്പോർട്ട് നമുക്ക് ഇവിടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് വിജയനെ കാണാം. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പോരെ. നമുക്കുണ്ടോ? ഓക്കെ, ചോദിക്കാം. നമ്മൾ ഇവിടുന്ന് തന്നെ വെള്ളം എടുത്തോണ്ട് പോവാട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചതും ഇവിടുന്നാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ഈ ഒരു ഹോട്ടലിന്റെ പേരാണ് A2B. ഇവിടെ നമ്മുടെ യാത്ര തുടങ്ങാണ്. കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വിക്രമാണ്ടി എന്ന സ്ഥലത്ത് വെച്ചാണ്. വീട്ടിലോട്ട് ഇറങ്ങിപ്പോയുള്ള സ്റ്റെപ്പ് ആട്ടോ ഈ കാണുന്നത്. ചെറിയ വീട്, ചെറിയ കോളനി പോലെ കേട്ടോ. അതിനകത്ത് വെള്ളം പിടിക്കുന്നുണ്ട് ആ കുട്ടി. മറ്റേ വാട്ടർ ടാങ്കിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആട്ടോ. ഒരു സൈഡിലാണെങ്കിൽ റോഡ് പണി നടക്കുന്നുണ്ട്. നല്ല കുഴി ഒഴിച്ച് വെച്ചേക്കും. അതാണ് കിണർ കുഴിക്കാനുള്ള കുഴിയുണ്ട് അവിടെ. ഇവിടെ എന്തിന്റെ ഫാമോ കാര്യങ്ങളോ എനിക്ക് തോന്നുന്നു ഇത് പന്നീനെ വളർത്തുന്നതിന്റെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ JCB ടയർ കീറിയിട്ട് അതിനകത്ത് ഭക്ഷണം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. പന്നി കൊടി കളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇതൊന്നും ഇല്ല, സ്റ്റോക്ക് തീർന്നു കാണും. നല്ല ഒന്നാം തരം ബാഡ് സ്മെല്ലടിക്കുന്നത്. സമയം ഇപ്പോ 7 മണിയായിട്ടോ. 7 മണിക്കാണ് നമ്മുടെ നടത്താൻ തുടങ്ങുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കായി വരുന്നുണ്ട്. സൂര്യന്റെ കടുപ്പം കൂടിക്കൂടിയും വരുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ടണലിന്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇത്രയും ചെറിയ ടണലൊന്നല്ലേ. റോഡ് ക്രോസ് ചെയ്ത കേട്ടോ. അതിലെ വന്ന് ഞാൻ പുറകെ കടന്ന് ഓണടിക്കും. അതുകൊണ്ട് നമ്മള് ഇപ്പുറത്തെ ഉള്ളിലോട്ട് കയറാൻ പോണ്. ഞങ്ങളിപ്പോ ഒരു ഫ്ലൈ ഓവർ കേറി പൊക്കോണ്ടിരിക്കും കേട്ടോ. അവിടെ കണ്ടോ റോഡ് പണിക്ക് വേണ്ടിയിട്ടുള്ള മണ്ണ് കൂട്ടിയിട്ടേക്കുന്നതാണ്. ഈ ഫ്ലൈ ഓവറിൽ നിന്ന് ഇനി 1 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഉസർ ഫ്രീ പ്ലാസ അഹെഡ് എന്ന് വെച്ചാല് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളൊരു ടോൾ പ്ലാസയിലോട്ട് കയറാൻ പോവാണ്. നടക്കാൻ തുടങ്ങിയില്ല, അപ്പൊ തന്നെ വെള്ളം കൂടി തുടങ്ങി കേട്ടോ. നമ്മൾ വന്ന വഴിയാട്ടോ കാണുന്നത്. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അതിന്റെ ഒരു ഫീല് മനസ്സിലാവില്ല. ഈ അപ്പർ സൈഡിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ. നമ്മൾ എത്ര പെട്ടെന്നല്ലേ ഇവിടെ എത്തിയത്. ഭയങ്കര സ്പീഡാണ്. ഒരു കൂട്ടം ഗ്യാങ്സ്റ്റർ ഒരുമിച്ചൊരു വരവുണ്ടോ. വിശാലമായിട്ട് കിടക്കുന്ന ഭാഗങ്ങളാട്ടോ. അത് നമ്മുടെ ഫൈൻ മരം പോലത്തെ പേപ്പറിന്റെ മറ്റേ മരം ഉണ്ടല്ലോ, അതിന്റെ കൃഷിയാണ് ആ കാണുന്നത്. കാട്ടിൽ കൂടെ റോഡ് പോകുന്നതാണ്ടോ. ഇങ്ങനെ വളഞ്ഞ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. അതൊക്കെ ട്രോഫി രസം വരുന്നുണ്ടോ. ഇതെന്തോ ഡാമോ കാര്യങ്ങളോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. തുരുമ്പടിച്ച് പോയേക്കാം. അതോ ഇനി വെള്ളം പമ്പ് ചെയ്യുന്നതിന്റെ പൈപ്പാണെന്ന് അറിയില്ല. അതാന്ന് തോന്നുന്നല്ലേ. അപ്പുറത്തെ ഭാഗം കണ്ടോ മുഴുവനും കൃഷിയാട്ടോ. അവിടെ മഞ്ഞ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. കോളേജാന്ന് തോന്നുന്നുണ്ട്. ഒരാളെ പൊങ്ങച്ചൻ പറയുന്നത് കേട്ടോ. ഇന്നലെ എങ്ങനെയായിരുന്നു? ഇപ്പൊ രാവിലെയോ? ഈ രാവിലെ അടിപൊളി രസം അറിയുന്നുണ്ട്. ട്രാഫിക് എന്തിനല്ലേ. ട്രാഫിക് വേറെ ലെവല് കുതിരപ്പുറത്ത് വന്നവരെയാണ്. ഫാക്ടറിയിൽ നിന്ന് പോകാറുണ്ടോ. ഇഷ്ടികയുടെ കേട്ടോ. പോക്കോയിലും ഉണ്ടോ അറിയാം. DMKയുടെ പോസ്റ്റർ ആട്ടോ കാണുന്നത്. പിന്നെ ADMK താഴത്തു കൂടെ വെള്ളം ഇടുന്നുണ്ടോ. എന്നാ ഫ്രഷ് വെള്ളമാണെന്ന് അറിയോ. ഒരു ഗ്ലാസ് അതിനകത്തുനിന്ന് കോരി കുടിച്ചു നോക്കണം. ജീവിതത്തിൽ പിന്നെ വെള്ളം കുടിക്കൂല. അത്രയ്ക്ക് അടിപൊളി വെള്ളം. നല്ല സ്മെല്ല് വരെ വരുന്നത് ഇങ്ങോട്ട്. ചാടുന്നോ. ഔഡി കാറില്ലേ, ഔഡി വീട് കണ്ടിട്ടുണ്ടോ നിങ്ങള്. ദിസ് ഈസ് എ വൺ ആൻഡ് ഓൺലി പീസ്. ഔഡിയുടെ ചിഹ്നമൊക്കെ കണ്ടോ. പുറകെ കാണുന്ന കേട്ടോ. ഞാൻ പറഞ്ഞ മറ്റേ പേപ്പർ മരോ പുക പോകുന്ന ഓയിൽ കണ്ടില്ലേ. ഇവിടെ പുക പോകാത്ത ഓയില്. വരുന്ന വഴിക്ക് കുറെ അധികം ലാൻഡ് കണ്ടില്ലേ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട്. അതുപോലെ ലാൻഡ് സെറ്റ് ചെയ്യുന്ന ആട്ടേ കാണുന്നത്. അപ്പുറത്തെ ഒരു റോഡ് സെറ്റ് ചെയ്ത് ഇവിടെ ഒരു റോഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവർക്ക് ചെറിയൊരു ഓലപ്പര കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അത് മൊത്തം കാണായിരിക്കും. ആ വെട്ടി തെളിച്ച് ഇതുപോലെ ആക്കിയെടുക്കും. അർജുൻ കഫേ ഫാൻകി ഹബ്ബ്. അവിടെ കയറി ചായ കുടിക്കാൻ പോവാട്ടോ. രാവിലെ ചായ കുടിച്ചില്ല, ഒരു എനർജിയും കൂടെ വരട്ടെ. ചായ ഉണ്ടാവോ? ചായ വാങ്ങിച്ചോട്ടോ. ലൈറ്റ് ചായ, അതിന്റെ കൂടെ നമ്മുടെ ബിസ്ക്കറ്റ്. നമ്മുടെ ഫാമിലി ആയിട്ടുള്ള മെമ്പേഴ്സ് വാങ്ങിച്ചു തന്നെ കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കട്ടോ. ഇപ്പൊ കാലി ചായ കുടിച്ച് നമ്മൾ വിടാൻ പോണ്. ഇവിടെ കുരുമുളക് പൊടി അതിലുണ്ടാ. ചായ കുടിച്ച് ഇറങ്ങിട്ടോ. അതിന്റെ ഇടയിൽ 2 വീഡിയോ കൂടെ എഡിറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ പരിപാടി തീരത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷോർട്സ് നമ്മുടെ ഒരു സ്റ്റോക്കായി വന്നോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അടുത്ത ടോൾ ഗേറ്റ് താണ്ടാൻ പോവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ടോൾ ഗേറ്റിന്റെ പേര് ഉളുന്തൂർപേട്ട
എക്സ്പ്രസ് എന്തോ അപ്പൊ ഈ ടോൾ ഗേറ്റ് നമ്മള് കടക്കാൻ പോവാട്ടോ. ഈ ടോൾ ഗേറ്റിന്റെ പേരാണ് വിക്രപാണ്ഡ്യ ടോൾ ഗേറ്റ്. റേസർ അതുപോലെ വീട് പണിയുന്നത് പേപ്പർ ആ ഒരു സാധനമാട്ടോ കൊണ്ടുപോയത് മരം. ടോൾ ഗേറ്റ് നമ്മൾ പാസ് ചെയ്യാൻ നേരത്ത് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളാട്ടോ. കാരണം നമുക്ക് പേസല്ലേ അജിത്ത് അജിത്ത് பவர் அண்ணங்கிட்ட ஏதாச்சும் பேசணுமா? வாழ்த்துக்கள்லாம் அரசியல் என்ன பண்றீங்க? 3 வருஷம் கட்சி ஆரம்பிச்சு உடனே செய்ய மாட்டீங்க, யாரும் போக முடியாது. அது இல்லாம தலித் அமைச்சர் 8 பேருக்கு 9 பேருக்கு சீட்டு கொடுத்துறீங்க, மினிஸ்டர் அளவு பாத்துறீங்க, அது ஆட்டோ வேற எம்எல்ஏ ஆக்கிறீங்க, கூட உங்க கூட ஒர்க் பண்ற டிரைவரோட பையனை எம்எல்ஏ ஆக்கிறீங்க. ரொம்ப பெருமையா இருக்கணும்னு நினைச்சாலே நன்றிண்ணா. அண்ணா உங்ககிட்ட உங்க மக்களே பேசிட்டு இருக்கு. உங்க பண்ற விஷயங்கள் எல்லாம் நல்லா இருக்குன்னு சொல்லிட்டு இருக்கேன். വർഗാ റിവർ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോ ഇനി അറിയാം വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. തുള്ളി വെള്ളം ഉണ്ടാവില്ല. നമ്മളവിടെ കേറാൻ പോവാട്ടോ, നോക്കട്ടെ. വാട്ടർ ടാങ്കിന്റെ പൈപ്പാന്ന് തോന്നി പോകുന്നത്, വലിയ പൈപ്പ്. താഴത്തെ വെള്ളം കണ്ടോ? ഇതാണ് അവസ്ഥ. ഇവിടുന്ന് ആരെങ്കിലും ചാടിക്കഴിഞ്ഞാൽ മണ്ടയിലിരിക്കും കല്ല് മൊത്തം. വെള്ളം കണ്ടോ? ഇത്രേ വെള്ളം ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഓരോ വലിയ വലിയ പാലത്തിന്റെ ആണെങ്കിലും റിവറിന്റെ ആണെങ്കിലും അവസ്ഥകള്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരിച്ചവരെ അടക്കിയേക്കുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. റിവറിന്റെ ചോട്ടിൽ കൊണ്ടിട്ട് അടക്കിയേക്കാണ്. എനിക്ക് തോന്നുന്നു ഇവരെ വല്ല സ്ഥലം വല്ലാന്ന് തോന്നുന്നു. റിവറിലോട്ട് നോക്കുമ്പോ അവരിത് കാണുമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന് പുറത്താണ് വെച്ചേക്കുന്നത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് കേട്ടോ പൈപ്പിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇവിടുന്ന് മണ്ണിന്റെ അടിയിൽ കൂടെ അടുത്ത ഭാഗത്തേക്ക് പോകും. വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനുള്ള വണ്ടിയാ പോയത് കണ്ടോ. അതിന്റെ മുഖം കണ്ടോ? അപ്പുറത്ത് കാണാൻ ചെറിയൊരു തട്ടുകട കണ്ടോ. അവിടെ നല്ല ചൂട് ദോശയൊക്കെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോണം. അവിടെ നിന്നാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എവിടെ എന്റെ കൂടെ വന്ന ആളവിടെ? അത് ഞാൻ പോലും അറിഞ്ഞില്ല പുറകെ കൂടെ നടന്നു പോയത്. പെട്ടെന്ന് ഇഷ്ടപ്പോ ഒരാൾ അങ്ങ് പോവാണ്. ആ സൈഡിൽ കൂടെ ഇപ്പൊ പോയ സീനാ കണ്ടോ. ആ ലോറി വരുന്ന കണ്ടോ, ആ രീതിയിലാണ് തൊട്ടടുത്ത് കൂടെ ഇരിക്കും വരുന്നത്. പോണോ നോക്ക്. ആദ്യം റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. ഇപ്പൊ എന്നെക്കാളും മുമ്പാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. ചെറിയ കടയും അതിന്റെ പുറകിൽ വിശാലമായ പാടവും. ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കാട്ടിലേക്ക് കയറാണ്. ഈ കാണുന്ന മരത്തിന്റെ തണലിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ കടയോടെ ഭയങ്കര ചൂടാണ്. സൂപ്പർ. നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ഇവിടെ ഇഡ്ഡലി ദോശ എല്ലാം റെഡി. നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മരം, നല്ല തണലും. എന്റെ അടിയിരുന്ന് നമ്മള് രാവിലത്തെ തിന്നാൻ പോകുന്നു. ആഴ്ച ഞങ്ങള് ഭക്ഷണം വാങ്ങിച്ചപ്പോ ചെറിയൊരു പണി കിട്ടിട്ടോ. ഇഡ്ഡലി ചൂടുണ്ടോന്ന് ചോദിച്ചു, സോഫ്റ്റ് ആണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. തിന്നാൻ വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കട്ടി. ആദ്യം 3 വാങ്ങിച്ചേ. അതിനിപ്പോ തിരിച്ചു പോകണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. അതെ, ഛർദില് തുടങ്ങി. നമ്മൾ ഇഡ്ഡലി മിച്ചം വെക്കുന്ന അവസ്ഥ കേട്ടോ. മിണ്ടാപ്രാണികൾ എന്തെങ്കിലും ഉണ്ടായാലും അവർക്ക് കൊടുക്കും. എന്നിട്ടാ പോകത്തില്ല, വെറുതെ കളയില്ല കേട്ടോ. 4 പശുവിനെ കേട്ടോ അമ്മ വലിച്ചോണ്ട് പോകുന്നത്. കഴിഞ്ഞില്ല ഇതുവരെ. കഴിച്ചുവിട്. റോഡ് പണിയുന്ന പണിക്കാരുടെ കൂര കേട്ടോ അത്. അവിടെ സ്റ്റീലിന്റെ കൂര കിടക്കുന്ന വണ്ടി മൊത്തം ഇവിടെ ഫ്ലൈ ഓവർ പണിയാൻ വേണ്ടി പോവാണ്. ഫ്ലൈ ഓവറിന്റെ ഓരോരോ പണിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടോ, മൊത്തം ചെളിയും കൊതുകും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ നിറച്ച് കിടക്കാണ്. നമ്മൾ കുറെ ദൂരം നടന്നു വന്നിട്ടോ. നല്ല ചൂട്, തല കറന്ന് കണ്ണിൽ കൂടെ കറുത്തെന്തോ കളറ് കയറി പോകുന്ന പോലെ. കുറച്ചേരം നമ്മളിവിടെ ഇരിക്കാൻ പോകട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു കരിമീൻ കടയൊക്കെ എന്തോ ഉണ്ട് കേട്ടോ. ഇരിക്കാൻ കുറച്ചേരോ. ഉറക്കം വരുന്നുണ്ടേ, ഉറങ്ങണേ. അതായത് മരത്തിന് ചോട്ടിരിക്കുക കേട്ടോ. ചെറിയൊരു കാറ്റ് കേട്ടോ. കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കാണ്. നേരെ ഓപ്പോസിറ്റ് സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമസി, പോളിടെക്നിക്, MBA, ആർക്കിടെക്ചർ. വലിയൊരു കോളേജ് കേട്ടോ. നമ്മളവിടെ എണീറ്റിട്ടോ. സമയം 12 മണി ആവാറാവുന്നു. നല്ല വെയിലും ഉണ്ട്. നമ്മൾ മുമ്പോട്ട് നടക്കാണ്. വണ്ടി ഇടിച്ചിട്ട് എന്റെ പൊന്നോ തകിട് പൊടി. വണ്ടിയുടെ കോലം കണ്ടോ? സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിക്കട്ടെ എല്ലാരും. ചങ്ക് കത്തി പോകുന്നു. എന്ത് പറയണ്ട, പറയാൻ പോലൊന്നും കിട്ടുന്നില്ല. അവിടെ ഒരു പശു വയ്ക്കുന്നുണ്ടോ, പുല്ലിരുന്നുണ്ടോ. അവിടെ 2-3 കിടാവ് കുഴപ്പമുണ്ടേ. വീട് കണ്ടോ അവരുടെ? ഇത് വീടല്ല, പശുത്തൊഴുത്താണത്. ചാണകവും അവരവിടെ വീട് കണ്ടോ. അവരുടെ വീടാണ് എനിക്ക് സങ്കടം വന്നേട്ടോ. അതൊക്കെ ഈ ഒരു വലിയൊരു ആൽമരം, അതിന്റെ ചുവട്ടിൽ അവർ കിടന്ന് ഉറങ്ങുന്നുണ്ടോ. സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടില് അങ്ങനെ കാഴ്ച ശരിക്കും പറഞ്ഞാൽ കാണാൻ പോലും ഇല്ലല്ലേ.
ആ വണ്ടിയിൽ ഇനി എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? സമയം ഇപ്പൊ 1 മണിയായിട്ടോ. നമ്മള് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കും. വെള്ളം കുടിച്ച് വയറ് ഫുള്ളാണ്. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. വയറ് ഫുള്ള സത്യമായിട്ട് എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. കണ്ടോ ഇവിടുത്തെ വെയിലുണ്ടോ? നല്ല കടുപ്പമുള്ള വെയില്. ആകാശം നോക്കിയേ. നല്ല ഭംഗിയുണ്ടല്ലേ. വെയിലും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പ്രത്യേക ഫീലും സുഖമായിട്ട് നടന്നും പോയായിരുന്നു. ശരിക്കും ചൂടോടെ നമ്മളെ കണ്ണോർക്കാൻ പറ്റും. വെള്ളത്തിന്റെ ആണോ അതോ വേറെന്തിന്റെ ആണോ എന്ന് അറിയത്തില്ല ഈ ടാങ്ക്. അതിന്റെ അപ്പുറത്ത് എന്തോ പാർട്ടി പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ. അവിടെ വലിയൊരു ഗ്രൗണ്ട്, പൊടികളൊക്കെ വെച്ച്. പാർട്ടി പരിപാടി ഇല്ല, ലാൻഡ് ഇല്ലേ, ഓരോ സെക്ഷനാക്കി ലാൻഡ് ഇത്രയും കോടി. വേറെന്താ പരിപാടിയാണത്? ഈ വണ്ടി വേണേ എടുത്തോ, എനിക്ക് അതിനെ നടക്കിയിരുന്നാ മതി. വീണാലും കുഴപ്പമില്ല. പോണ ബസ് അപ്പൊ പെട്രോൾ പമ്പ് കണ്ടോ? അതിനിപ്പുറത്ത് കിടക്കുന്ന ലോറി ഉണ്ടോ? രണ്ടും ഒരേ കളറ്. ഞങ്ങള് ലോറിയും കളറ് നോക്കി ലോറിയുടെ നിന്റെ ആ ഉള്ളിലോട്ട് വഴി കാണുന്നില്ലേ? സെന്റ് പർട്ടിക്കുലേഷൻ അക്കാഡമി പർട്ടിക്കുലേഷൻ സ്കൂൾ. അതെ, അതിന്റെ ഓപ്പോസിറ്റ് നഴ്സിംഗ് കോളേജും ഉണ്ട്. സമയം ഇപ്പോ 3 മണിയായി. ഞങ്ങള് ഭക്ഷണം കഴിച്ചു, കുറച്ചു നേരം ചാർജ് കുത്തിയിട്ടു. അങ്ങനെ നമ്മള് കടയിൽ നിന്ന് ഇറങ്ങി നടത്താൻ തുടങ്ങി കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. വെയിലല്ലേ? ഇന്ന വെയില്. നമ്മളോടല്ലോ മഴ പെയ്തിട്ട് ഇച്ചിരി വെയില് വന്നി. ഇനി കുറച്ചു ദൂരം നമ്മൾ നടക്കും കേട്ടോ. തണൽ എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കും. അതുപോലെ വെയിലുണ്ട്, പക്ഷെ നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ കുത്തും വേണം. ആ രീതിയിൽ നമ്മൾ നിൽക്കുകയാണ് നിൽക്കത്തുള്ളൂ. കണ്ടോ പറക്കുന്ന കൊടിയുണ്ടോ? നടക്കുന്ന കൊടിയുണ്ടോ? എന്റെ പുറകിൽ കാണുന്ന ആകാശത്തിന്റെ കളർ കണ്ടോ? എന്നാ ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. അതിനെക്കാട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾ നടന്നു പോകുന്നു. എന്ത് ഭംഗിയാ നോക്കിയേ. മുഴുവനും പാടാ കേട്ടോ. അണ്ണൻ കൊടി പറക്കുന്നത്, അണ്ണൻ കൊട നടക്കുന്നത്. വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കൊട പിടിച്ചേക്കുന്നുണ്ടോ? ഉള്ളിന്റെ ഉള്ളിലെല്ലാം പൊള്ളടാ. ഒരു പശു കിടക്കുന്നുണ്ടോ തണല് പറ്റി? ഒരാൾ അവിടെ കിടപ്പുണ്ട് അതിന്റെ ഉള്ളില്. ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറി കേട്ടോ. എന്നാ ചൂടാന്നറിയോ? കണ്ണൊക്കെ നോക്കി എന്താ പോലെ ആവുന്നു. ഇതാണ് പെട്രോൾ പമ്പ്. ഗൈസ്, നമ്മളങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി. സമയം ഇപ്പൊ 4 മണിയായിട്ടോ. എത്ര മണിയായി? 5 മണി കഴിഞ്ഞി. ചൂട് നോക്ക്, നല്ല ചൂട്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ കൂടെ കൂടുതൽ റെസ്റ്റ് എടുത്തേ. ഇല്ലെങ്കിൽ നമ്മള് പിന്നെ പോകുന്നേക്ക് ഇരുന്നിരുന്ന് പോകേണ്ടി വരും. ഇതാകുമ്പോ കടുപ്പം കുറഞ്ഞു കേട്ടോ. നമ്മൾ നടക്കാൻ തുടങ്ങാണ്. നമ്മൾ ഇരുന്ന പെട്രോൾ പമ്പിന്റെ തൊട്ട് സൈഡിൽ കണ്ടോ നല്ല അടിപൊളി പാടം. അവിടെ നമ്മൾ ഇരുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ആവാൻ പറ്റി. VRS ധാബ. പേരയ്ക്ക് കടല് മാങ്ങയൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് കടക്കകത്തല്ല, നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് അല്ലോ അതിനകത്ത്. ഇനി നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നൊരു റിവർ ആട്ടോ. റിവറിന്റെ പേരാണ് ശങ്കരഭരണി റിവർ. എന്ത് ഭരണി? ശങ്കരഭരണി. ഈ ശങ്കരഭരണി റിവറില്ലേ, ഇതിന്റെ ഈ സൈഡ് കണ്ടെങ്കില് മൊത്തം പച്ചപ്പ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മള് കയറാൻ പോവാ. ആര്യവേപ്പിന്റെ മരമാട്ടോ. കുലുങ്ങുന്നുണ്ടോ വണ്ടി പോകുമ്പോ? ഇത് വാട്ടർ ടാങ്കിന്റെ പൈപ്പ് കേട്ടോ. ഇത് ഭംഗിയാന്ന് നോക്കിയൊരു ആ കാണുന്ന നമ്മുടെ പറഞ്ഞ മരം. നാട്ടിലത്തെ പോലെ തന്നെ ഉള്ള റിവർ ആട്ടോ ഈ കാണുന്നേ. ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ? ഒരു തുള്ളി വെള്ളം ഇല്ല കേട്ടോ. മരുഭൂമി പോലെ മൊത്തം കല്ലും കുഴിയും മാത്രമേ ഉള്ളൂ. എന്നാ അവസ്ഥയല്ലോ. അപ്പോ നമ്മള് തമിഴ്നാട്ടില് ഇത്രയും ഭാഗം വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ഇന്നത്തെ ഒരു വ്ളോഗില് സത്യം പറഞ്ഞാൽ കുറെ അധികം നമ്മൾ ഇതുപോലെ വെള്ളമില്ലാത്ത ബ്രിഡ്ജുകൾ കാണുന്നത്. 2 കുട്ടികൾ ഇരിക്കുന്നുണ്ടോ? അപ്പുറം ഇപ്പുറം പശുക്കള്. അവിടെ ഒരു അമ്മ പശുവിനെ നോക്കുന്നുണ്ട്. കുണ്ട്രാപ്പി നടന്ന പാലം ക്രോസ് ചെയ്തു. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തു ഇങ്ങനെ വരികയാണ്. ആ മേഘത്തിന്റെ ഒരു വെള്ള കളർ കണ്ടോ? ഈ മരം കണ്ടോ? മരത്തിന് മുഴുവനും കറുപ്പും വെള്ളം അടിച്ചു വെച്ചേക്കാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ പറഞ്ഞ കേട്ടോ. നല്ല ഭംഗിയുള്ള റോഡ്, സ്ട്രെയിറ്റ് റോഡ്. ഒരു സൈഡിൽ ഇതുപോലെ മരങ്ങളും, സെന്ററില് ചെറിയ ചെറിയ ചെടികളും, അതിന്റെ അപ്പുറത്ത് വലിയ വലിയ മരങ്ങളും, അതിന്റെ മുകളില് നല്ല ഭംഗിയില് വെള്ളം വിരിച്ചു കിടക്കുന്ന ആകാശം. ഹോട്ടൽ പ്യൂർ വെജ്. ഇതിന്റെ പരസ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പുറത്ത് മുഴുവനും മാങ്ങ കേട്ടോ. മാവിന്റെ മരങ്ങള് നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. വലിയ വലിയ മരങ്ങൾ കഴിഞ്ഞു, ചെറിയ ചെറിയ മരം കേട്ടോ. വെള്ള കളറും മുന്തിരി കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. സത്യത്തിൽ ഇത് ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തേക്കുന്ന കേട്ടോ. ഇത് ചെടികളൊക്കെ കണ്ടോ? അങ്ങോട്ട് ഇങ്ങനെ വരെ
മരത്തിന്റെ അടിയിൽ കൂടെ നല്ല വൈബില് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ കാണുന്ന കേട്ടോ ഈ കട. എന്റെ കോഫി ടീ ചായ കുടിക്കാൻ പോവാ കേട്ടോ. 3 സ്റ്റാർ. ആ കടയിൽ നമ്മൾ ചായ കുടിക്കുന്നില്ല കേട്ടോ. അവിടെ ഭയങ്കര വെയില്. ഇവിടെ ഒരു ടാങ്കർ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് കേട്ടോ കാണുന്നത്. ഇപ്പൊ അയാള് കയറി പോകുന്നതാണ് കേട്ടോ. കേരളത്തിലൊന്നും കാണാൻ കിട്ടാത്ത ഒരു കാഴ്ച. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് തോണ്ടി റിവർ. തോണ്ടി കാണുന്ന കേട്ടോ റിവർ. ഗൈസ് നമ്മള് ഒരു കടയില് ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കോ കേട്ടോ. ഇവിടെ 2 അപ്പൂപ്പന്മാരൊക്കെ ഇരിപ്പുണ്ട്. അവര് നമ്മള് കയറിയപ്പോ തന്നെ നമ്മളോട് ചോദിക്കുവാണ് ഇവിടുന്ന് നടന്നു പോയി കഴിഞ്ഞാ നിനക്ക് എന്നെ കിട്ടാൻ പോകുന്നത്. ഞാൻ പറയാം എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുമല്ലോ, അത് മതി എന്ന് പറഞ്ഞു. അല്ല ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. അത് ആട്ടുംകുട്ടികളാട്ടോ എന്നെ കൊണ്ടുപോകുന്നുണ്ടോ. അത് മോളാന്ന് തോന്നുന്നു. കൊറേ അമ്മ വരുന്നുണ്ട് തലയിലൊരു കെട്ടൊക്കെ വെച്ചോണ്ട്. അമ്മ ഓക്കെ അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാം കേട്ടോ. உங்க அப்பா அம்மாவை கடவுள் மாதிரி மதி. அதான் முக்கியமானது. അതാ அவங்களதான் தங்க தாப்புல வச்சு வணங்கணும் உங்க அப்பா அம்மாவை. ഓക്കെ. ആ ബാക്കിയെല്ലാം ആണ് ആണാട് എത്ര എണ്ണാന്ന് നോക്കിയേ. ഇപ്പൊ ഒരു സെറ്റ് പോയതേ ഉള്ളു കേട്ടോ. അതേ പാലില്ലാതെ இதுக்கு என்ன வால் இல்லாத ஓன் இருக்கு. அதுக்கு தனியாடா ചെമ്മരിയാട്. ചെമ്മരിയാട് ചെമ്മരിയാടിന് വാലില്ലേ? അങ്ങനെയുണ്ടോ? കൊറേ ദൂരം നമ്മൾ നടന്നു വന്നിട്ടോ. NH റോഡിന്ന് ചെറിയൊരു കടയിലോട്ട് ഇറങ്ങിയിരിക്കാണ്. കുറച്ചേരം ഇരുന്നിട്ട് പോകാന്ന് ചോദിച്ചു. നല്ല ക്ഷീണം. ഇതാണ് ചെറിയൊരു കട. നമ്മളാ കടയിൽ നിന്ന് ഇറങ്ങിട്ടോ. കടയിലെ പട്ടി പുറകെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഒരുത്തൻ. രണ്ടിനും കൂടെ കയറ്. ആ കൊടുത്തോ. ആ സമയം ഇപ്പൊ 7:45. നല്ല ഇരുട്ട് കിട്ടോ. ഓ ബസ്സൊക്കെ വന്ന് വരവുണ്ടോ. നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ഷീണോ? കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഇരിക്കാം കേട്ടോ. നടന്നു പോകുന്ന വഴിക്ക് 2 മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. പേര് പറയും. അസീബ് അനസ്. നമ്മളെ വിളിച്ചോണ്ട് വന്നത് കണ്ടോ. വെള്ളം ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്ന് ഇവിടെ കുറച്ചേരം സംസാരിച്ചിരിക്കുക കേട്ടോ. കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഹാപ്പിയായോ? ഇത് മതി. ഇപ്പൊ ഞങ്ങള് നടന്നു വന്നൊരു ഫ്ലൈ ഓവറിന് മണ്ടേ കൂടെ കേട്ടോ. താഴെ നല്ല കൊട്ടും മേളൊക്കെ കേൾക്കുന്നില്ലേ. കല്യാണം കേട്ടോ. ഇഷ്ടംപോലെ വണ്ടി കേട്ടോ. NH ഒരു കുറവുമില്ല വണ്ടിക്ക്. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാല് എവിടെയും സ്റ്റേ അടിക്കണം. അതിനുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിയാണ് നടക്കുക. സമയം ഇപ്പൊ 9:30. നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ. ചപ്പാത്തിയാണ് കഴിക്കുന്നത്. കഴിച്ചു നോക്കിയോ വേണ്ടേ? അണ്ണൻ നമ്മളെ ഇവിടുത്തെ കച്ചി ഭാഗമായിട്ടുള്ള ആൾക്കാരാട്ടോ. അപ്പൊ അണ്ണനാണ് നമ്മളെ ഇന്നത്തെ സ്പോൺസർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇന്നൊരു ഓർഡർ വന്നിട്ട് അങ്ങനെ നമ്മളെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഈ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഗാർഡൻ കഫേ. അണ്ണന്റെ കൂടെ കയറിയിട്ട് നമ്മള് ഒരു 1/2 കിലോമീറ്റർ പുറകോട്ട് പോവാണ്. അവിടെയാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളൊരു റൂമിന് ഉണ്ടായിട്ട് കയറുക കേട്ടോ. 4 സ്റ്റെപ്പ് കയറി. ഇനി കയറി പോണം. താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വന്ന റോഡ് കാണാം കേട്ടോ. ആ ഒരു ഫ്ലൈഓവർ കഴിഞ്ഞാൽ നമ്മള് മുമ്പോട്ട് പോയത് കടയുടെ അങ്ങോട്ട്. ഇവിടെ 1/2 കിലോമീറ്റർ പുറകോട്ട് വന്നിട്ട് നമ്മുടെ റൂമിന്റെ ഉൾഭാഗം ഒരാൾ ഇരിപ്പുണ്ട്.